നമസ്കാരം. തഹാവൂർ ഹുസൈൻ റാണയെ കേരളത്തിൽ എത്തിക്കുന്നു NIA എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നത്. അതായത് 2008 സ്ഫോടനം, അതുപോലെ എല്ലാം ആസൂത്രണം ചെയ്യുന്നത് കേരളത്തിലാണ്. നമ്മൾ ഇതിനു മുൻപും വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പല സ്ഫോടനങ്ങൾ, അതുപോലെ തന്നെ കലാപങ്ങൾ, കലാപശ്രമങ്ങൾ, കലാപാഹ്വാനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത് കേരളത്തിലാണ്, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലാണ്. പ്രധാനമായും കേരളത്തിലാണ്. നമുക്ക് നാണക്കേടാണ് പറയുന്നതിൽ നമ്മുടെ കേരളം ഈ തീവ്രവാദത്തിന് വളക്കൂറുള്ള ഒരു മണ്ണായി മാറുന്നു എന്നത് നമുക്ക് സങ്കടകരമാണ്, ഖേദകരമാണ്, ദുഃഖകരമാണ്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവിടെ എത്രയോ തീവ്രവാദ ഗ്രൂപ്പുകൾ, പേര് ഉള്ളതും പേരില്ലാത്തതും, സ്ലീപ്പർ സെല്ലുകളും അല്ലാത്തതും ഒക്കെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു ഇപ്പോഴും ഈ PFIയുടെ നിരോധനത്തിന് ശേഷം. മാത്രമല്ല ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും, എനിക്ക് തോന്നുന്നത് BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കടന്നുകൂടിയിട്ട് അവിടെ അത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഒരു അവസ്ഥ ഒരു മറയായിട്ടെടുക്കും, ഒരു കുടയായിട്ടെടുത്ത് അതിനെ പരിപോഷിപ്പിച്ച് ഇവിടെ തീവ്രവാദം വളർത്തുന്നു. ആഗോളതലത്തിൽ തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം സ്ഫോടനങ്ങൾ, കലാപങ്ങൾ ഒക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നു. അതിനൊക്കെ തന്നെ കേരളം വളക്കൂറുള്ള മണ്ണാണ് എന്നുള്ള കാര്യം അത് പരമമായ ഒരു സത്യമാണ്. ഇയാളെ ഇപ്പോൾ കേരളത്തിൽ എത്തിക്കുമ്പോൾ ഇയാൾക്ക് ഇവിടെ ആരൊക്കെ സഹായം കൊടുത്തു, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ സഹായം ചെയ്തു കൊടുത്തു? ഇയാൾ ചോദിക്കുന്നതിന്, തഹാവൂർ ഹുസൈൻ റാണ ചോദിക്കുന്ന പല കാര്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല എന്നത് യാഥാർത്ഥ്യം. പക്ഷേ ചോദിക്കേണ്ട പോലെ ചോദിക്കാൻ NIAക്ക് അറിയാം. കേരളത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികളും ചില രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ ഇയാൾക്ക് സഹായങ്ങൾ പല രീതിയിൽ ചെയ്തു കൊടുത്തു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമുണ്ട് എന്ന് കേൾക്കുന്നു. പ്രധാനമായിട്ടും CPM-ലുള്ള ചില നേതാക്കൾ ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തോ എന്നുള്ള സംശയവും പൊതുവെ NIAക്കുണ്ട് എന്ന് കേൾക്കുന്നു. കോൺഗ്രസ് മോശമൊന്നുമില്ല. അതായത് കേരളത്തെ ഇത്തരം തീവ്രവാദ ആസൂത്രണങ്ങളുടെ അല്ലെങ്കിൽ ഭീകരവാദ ആസൂത്രണങ്ങളുടെ, സ്ഫോടനം, കലാപങ്ങൾ ഒക്കെ ആസൂത്രണം ചെയ്യുന്ന ആ ഒരു പരിപാടിയുടെ ഒരു കേന്ദ്രമാക്കി ഈ തഹാവൂർ ഹുസൈൻ റാണയെ പോലെയുള്ളവരും കോൾമാൻ ഹെഡ്ലിയെ പോലുള്ളവരും മാറ്റി എന്നുള്ളതാണ്. റിച്ചാർഡ് കോൾമാൻ ഹെഡ്ലി കേരളത്തിൽ പലകുറി, ഇന്ത്യയിലും പലകുറി വന്നു പോയിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ പലകുറി അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? സമത്വ സുന്ദര കേരളം, സമാധാന കേരളം എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലകുറി പറയുമെങ്കിലും നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്നും ഏതാണ്ട് അതേ രീതിയിൽ തുടരുകയല്ലേ? ഇവിടെ ഭയത്തോടെ അല്ലാതെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നില്ല. മതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ആരോഗ്യ രംഗത്തെ പോലും കലുഷിതമാക്കുന്നു, അവിടെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നു എന്ന ഒരു നഗ്നമായ സത്യമാണ് പുറത്തു വരുന്നത്. ഏതായാലും റിച്ചാർഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവൂർ ഹുസൈൻ റാണയും ഒക്കെ കേരളത്തിൽ അതിഥികളായി വന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇവിടെ ഇത് വികസന സ്വപ്നമാണ്, വികസനത്തിന്റെ കേരളമാണ് എന്നൊക്കെ വേണമെങ്കിൽ CPM-നോ മുഖ്യമന്ത്രിക്കോ ഒക്കെ പറയാം. ഇവിടെ എല്ലാം അങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ തഹാവൂർ ഹുസൈൻ റാണയെ കൊണ്ടുവന്നതിന്, ഞാൻ കഴിഞ്ഞൊരു സ്റ്റോറിയിൽ തന്നെ പറഞ്ഞു, തഹാവൂർ ഹുസൈൻ റാണയെ പിടിച്ചോണ്ട് വന്നതിന് ഇവിടെ ഹർത്താൽ നടത്തുകയും ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്താൽ വീണ്ടും ഹർത്താൽ നടത്തുകയും പ്രതിഷേധം നടത്തുകയും ഒക്കെ ചിലപ്പോൾ ചെയ്തേക്കാം. കാരണം ഈ അജ്മൽ അമീർ കസബ് എന്ന് പറയുന്നവനെ തൂക്കിക്കൊന്നത് ഇയാൾ, അല്ലെങ്കിൽ യാക്കൂബ് മേമനെയൊക്കെ തന്നെ ശിക്ഷിക്കുന്നത് ഇയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു CPM-ന്. അയാളുടെ പേര് സീതാറാം യെച്ചൂരി എന്നാണ്. മരിച്ചുപോയി, അതുകൊണ്ട് അധികം പറയുന്നില്ല. കേരളവുമായിട്ടൊക്കെ തന്നെ വലിയ വലിയ ഭീകരന്മാർക്കൊക്കെ വലിയ ബന്ധമാണ് എന്ന് പറയുന്നത് ഇവിടെ ചിലർക്ക് വലിയ സന്തോഷമാണ്, വലിയ അഭിമാനമാണ്. ആ അഭിമാനം അങ്ങനെ നിൽക്കട്ടെ. വീടുകളിലേക്ക് NIAക്കാരും CRPF-കാരും BSF-കാരും എത്തുമ്പോൾ നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിക്കോളും. വിവരം അറിയാൻ പോകുന്നതേ ഉള്ളൂ. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇനി അറിയാം കളി എന്താണ് എന്നുള്ളത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.